ഹലോ, ഹായ്. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് നിങ്ങൾക്കൊരു മിക്സ്ഡ് ബാജി എന്ന് വെച്ചാൽ കുറേ പച്ചക്കറികളെല്ലാം മുറിച്ചിട്ടിട്ടൊരു ബാജി എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എന്തെല്ലാമെന്ന് വെച്ചാൽ എല്ലാം ഞാൻ പറഞ്ഞുതരാം. കേസ് കത്തിച്ചിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുപ്പത്ത് വെക്കുക. പിന്നെ പാത്രമോ ചീനച്ചട്ടി നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള വെക്കുക. അതൊന്ന് ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒറ്റിച്ച് കഴിഞ്ഞാൽ അതിലൊരു 10 മണി കടും ഒരു 10 മണി ജീരകം ഇടുക. അതിനെ ഒന്ന് നല്ലോണം ഇളക്കി പൊട്ടിക്കഴിയുമ്പോൾ പൊട്ടുക തുടങ്ങിയെന്ന് കണ്ടാൽ നമ്മൾ ലേശം ഒരു 4 പച്ചമുളക് 2-3 വെളുത്തുള്ളി, 3-4 കരുവേപ്പില, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 2 ഇഞ്ചി എല്ലാം അതിൽ മുറിച്ചിടുക. എന്നിട്ട് ഒരു തക്കാളി ചെറുങ്ങനെ മുറിച്ചിടുക ഒരു പുളിപ്പിന്. എല്ലാം കൂടി ഒന്ന് ഇളക്കി വരട്ടി യോജിപ്പിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ ഒന്ന് തക്കാളിയെല്ലാം വെന്ത് കാണുമ്പോൾ ഒരു ലേശം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടണം. പിന്നെ നമ്മൾ ഈ മുറിച്ച് വെച്ച ഉള്ളി ഇടണം. ഉള്ളി ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഈ ലേശം പേസ്റ്റ് ഇടുക. പേസ്റ്റ് ഇട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ട് നല്ല ഇതാകുമ്പോൾ ഒരു ലേശം മഞ്ഞളിൻ്റെ പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് വേണ്ടുന്ന ഉപ്പും ഇടുക. അപ്പോൾ ഓരോന്നിടുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളതെല്ലാം കാണുക. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മുറിച്ച് മിക്സാക്കി വെച്ച ഫ്ലവർ, ബട്ടാണ, പൗട്ട, രാജ്മ എല്ലാം കൂടിയിട്ട് അതിലിട്ട് സിംല മിർച്ചി ഒരു ടേസ്റ്റിന് മാത്രം ഒരു മിർച്ചി ചെറുങ്ങനെ അരിഞ്ഞ് അതും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നിങ്ങൾക്ക് എന്തെല്ലാം വാജികളെല്ലാം ഇടാം. ഇപ്പം എൻ്റെ അടുത്തുള്ളതെല്ലാം ഞാനിപ്പോൾ ഇട്ടു. അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇട്ടിട്ട് എല്ലാം ഒന്ന് ഇളക്കിയതായി ആകുമ്പം നമ്മൾ അതിൻ്റെ വേണ്ട ഉപ്പ് ഇട്ടതിൻ്റെ ശേഷം എല്ലാ മുറിച്ച് കൈ വാരിയിട്ട ബാജികളും നല്ല വൃത്തി കൈയിട്ട് വെച്ചത് എല്ലാം കൂടി അതിലങ്ങ് ചെരിയുക. അതിൽ ചെരിഞ്ഞതിൻ്റെ ശേഷം അത് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിന് വേണ്ട ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. ഒന്ന് കുലുക്കി അങ്ങ് ഇട്ടാലും മതി. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചീനച്ചട്ടി എടുത്ത് ഇങ്ങനെ കുലുക്കി ഇട്ടാലും മതി. എന്നിട്ടെല്ലാം കൂടിയിട്ട് ഇതിന് കുറച്ച് വേണ്ട രാജ്മക്കും ഫ്ലവറിനും. അപ്പോൾ ഒരു ലേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട. പിന്നെ കുറച്ച് തീ ഉള്ളി വെച്ച് എല്ലാം ഒന്നൊന്ന് പതച്ച് വാടിയെന്ന് കാണുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം. അല്ലെങ്കിൽ വെള്ളം വറ്റി കണ്ടിട്ടില്ല കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയെല്ലാം ആക്കിയിട്ട് അതിൻ്റെ വെള്ളവും പറന്ന് അത് മൂടി വെക്കുക. മൂടി വെച്ചതിൻ്റെ ശേഷം കുറച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോൾ വെന്ത് എന്ന് കാണുമ്പോൾ നല്ലോണം വെന്ത് എന്ന് കാണുമ്പോൾ ഒന്നും കൂടി മൂടി തുറന്ന് അതിനെ ഇളക്കി തിരിച്ച് മറിച്ചിട്ട് അതിൻ്റെ ഉപ്പെല്ലാം നോക്കി വേണ്ടുന്ന ഉപ്പെല്ലാം ഇട്ടിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ച് നല്ല ഫസ്റ്റാക്കിയിട്ട് എടുക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു വേറെ ഡിഷിൽ വരാം. എന്നാൽ എല്ലാവർക്കും ബായ്.